എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മൾ പ്രധാന വിഷയത്തിൽ കിടക്കുന്നതിന് മുമ്പേ നമ്മൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ എത്ര പേര് ലോട്ടറി എടുക്കാറുണ്ട് എന്നൊന്ന് കമന്റ് ചെയ്യാമോ? അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ്. കാരണം ഇന്നത്തെ ദിവസം ലോട്ടറിയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചെയ്യുന്ന മൂന്നാമത്തെ വീഡിയോ ആണിത്. നമ്മുടെ നാട്ടിൽ കേരള ഗവൺമെന്റ് വിൽക്കുന്ന ലോട്ടറിയേക്കാൾ ഉപരി ലോട്ടറി വിൽക്കുന്ന കുറെ ടീമുകളുണ്ട് ഇവിടെ. പാണ്ടിക്കാട് കുഞ്ഞാൻ വിറ്റ ലോട്ടറിയെ കുറിച്ച് വലിയ ചർച്ചാ വിഷയങ്ങൾ നടക്കുന്നു. ഖാദർ കരിപ്പൊടി വിറ്റ ലോട്ടറിയുടെ നറുക്കെടുപ്പ് നടന്നില്ല, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ നടക്കുന്നു. നമ്മുടെ കേരളത്തിൽ ലോട്ടറി എന്ന് പറയുന്ന സാധനം ഗവൺമെന്റിനല്ലാതെ മറ്റാർക്കും വിൽക്കാനുള്ള പെർമിഷൻ ഇല്ല. എന്നാലും ഇവിടെ പല ആൾക്കാരും ലോട്ടറി വിൽക്കുന്നു, പണമുണ്ടാക്കുന്നു. സുതാര്യമാണെന്ന് കുറെ പേര് പറയുന്നു, സുതാര്യമല്ലെന്ന് കുറെ പേര് പറയുന്നു. ഈ ലോട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് ആൾക്കാരുടെ ആഗ്രഹങ്ങളെ വിറ്റ് ആ ആഗ്രഹങ്ങളിൽ നിന്നുമാണ് അവർ പണം ഉണ്ടാക്കുന്നത്. ഇത് എത്ര ശതമാനം ട്രാൻസ്പെറന്റ് ആണ്, എത്ര ശതമാനം ജെന്യുവിൻ ആണെന്ന് ആർക്കും ഇവിടെ അറിയില്ല. ഈ ലോട്ടറിയിൽ പണ്ട് കാലത്ത് ബൂട്ട് ആൻഡ് ഡാറ്റ എന്നൊക്കെ പറഞ്ഞ് കുറെ ലോട്ടറി ഉണ്ടായിരുന്നു. ഇതൊക്കെ നിർത്തലാക്കാനുള്ള കാരണം ഇതുപോലത്തെ ഒരുപാട് മാൽ പ്രാക്ടീസുകൾ, അതായത് കറക്റ്റ് അല്ലാത്ത രീതിയിലുള്ള നറുക്കെടുപ്പും കാര്യങ്ങളൊക്കെ നടത്തുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നിരോധിച്ചിരിക്കുന്നത്. ഇപ്പൊ കുറെ ദിവസങ്ങൾ കൊണ്ട് വീണ്ടും ലോട്ടറി വരുന്നു. വീട് കടത്തിലാണ്, പണയത്തിലാണ്, വീട് വിൽക്കണം, നാട് വിൽക്കണം, കൂട് വിൽക്കണം, ലോട്ടറി വിൽക്കുന്നു. ഇത് തന്നെ സംഭവം. വി ചാനൽ എന്ന് പറയുന്ന ചാനലിൽ പുതിയൊരു നറുക്കെടുപ്പിന്റെ സാധനം വന്നിട്ടുണ്ട്. ഈ നറുക്കെടുപ്പ് വളരെ സുതാര്യമായിട്ട്, വളരെ ജെന്യുവൻ ആയിട്ടാണ് ഇവർ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് ഇനി എല്ലാം സുതാര്യമായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ, അത് മറ്റൊരു കാര്യം. പക്ഷെ ഇതിനകത്ത് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം അവർ നറുക്കെടുക്കുന്ന സാധനം കാണാം, എന്നിട്ട് നമുക്ക് വിശദാംശങ്ങൾ പറയാം. ഈ പറഞ്ഞ പോലെ തന്നെ ആൾക്ക് ഭയങ്കരമായിട്ട് കടമുണ്ട്. കടം വീട്ടാൻ വേണ്ടിയിട്ട് ഒരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് 500 രൂപയ്ക്ക് കൂപ്പൺ വിറ്റു. 500 250, 500 തോന്നുന്നു. 500 രൂപയ്ക്ക് കൂപ്പൺ വിറ്റു. ഈ കൂപ്പണിൽ നിന്ന് നറുക്കെടുത്ത ആളുകൾക്ക് വീടും ബൈക്കും കാറും സ്വിഫ്റ്റ് കാറും ഒക്കെ കൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. നമുക്ക് അതെല്ലാം ഒന്ന് കണ്ടു തുടങ്ങാം. അപ്പൊ അതിന്റെ നറുക്കെടുപ്പാണ് ഇന്ന്. അപ്പൊ നമ്മൾ ജൂൺ 1 കൊടുക്കുമെന്നാണ് പറഞ്ഞത്. അത് ടിക്കറ്റ് വിറ്റ് തീർന്നാലും കൊടുക്കുമെന്ന് പറയുന്നത് റാഫിക്ക് അത് പാലിച്ചിരിക്കുകയാണ്. അപ്പം വിട്ടിടത്തോളം ടിക്കറ്റിന്റെ കൗണ്ടർ ഫയൽ നമ്മൾ വെച്ചിട്ടുണ്ട് അല്ലേ. അസ്ലാമൊക്കെ ഉണ്ട്, മെമ്പർ ഉണ്ട്. അസ്ലാമിക്കുണ്ട്, മെമ്പറുണ്ട്. മെമ്പർ അവിടെ നിൽക്കട്ടെ. ഏതായാലും പറഞ്ഞ ഡേറ്റിൽ തന്നെ അതിന്റെ നറുക്കെടുപ്പ് അവര് നറുക്കെടുക്കാനൊരു മനസ്സ് കാണിച്ചു. അത് നല്ല കാര്യം. വിറ്റ് പോയാലും ഇല്ലെങ്കിലും അവർ പറഞ്ഞ വാക്ക് പാലിച്ചു എന്നുള്ളത് വളരെ നല്ല കാര്യം. അതിൽ നിന്ന് ഇവർ ജെനുവിനാണ് എന്ന് നമുക്ക് ചിന്തിക്കാം. രണ്ടാമത്തെ കാര്യം, മെമ്പറാണ് അവിടെ ഉള്ളത്. അതായത് നമ്മുടെ നാട്ടില് നിയമങ്ങൾ പാലിക്കപ്പെടേണ്ട, അല്ലെങ്കിൽ നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ആളുകൾ തന്നെ ഇല്ലീഗലായിട്ടൊരു സാധനത്തിന് കൂട്ടു നിൽക്കുന്നു. അത് സാമ്പത്തിക പ്രശ്നം ആയിക്കോട്ടെ, ചാരിറ്റി ആയിക്കോട്ടെ, എന്താന്ന് പറഞ്ഞാലും നമ്മുടെ നാട്ടിൽ ലീഗൽ അല്ലാത്തൊരു സാധനത്തിന് ഒരു മെമ്പർ എങ്ങനെ കൂട്ടു നിൽക്കാൻ സാധിക്കും? ബാക്കി പറ. അതായത് കഴിഞ്ഞ ഏപ്രിൽ 13 ഞങ്ങളെല്ലാവരും പൊതുപ്രവർത്തകരായിട്ടുള്ള ഞങ്ങളെ ഒരുപാട് പേരെ സാക്ഷിയാക്കിക്കൊണ്ടിട്ട് ഇപ്പൊ നമ്മളെ വില്ലേജ് മീഡിയയും വി ചാനലും എല്ലാവരും കൂടെ നിന്നിട്ട് നമ്മൾ ലൈവ് ഇടുകയുണ്ടായി. 250 രൂപ കൂപ്പൺ ഏർപ്പെടുത്തിക്കൊണ്ട് ഈ നാട്ടിലെ സാധാരണക്കാരുടെ കൈകളിലേക്ക് ഈ സ്ഥാപനങ്ങൾ എത്തട്ടെ. 20 സെന്റ് വസ്തുവും ഒരു മാന്യമായ ഒരു വീടും, കയറി താമസിക്കാൻ പറ്റുന്ന ഒരു വീടും, അതുപോലെ അയാളുടെ പേരിൽ 250 രൂപയാണ് ഇവർ കൂപ്പൺ എന്ന് പറഞ്ഞത്. ഇവർ തമ്മിലിൽ മറ്റേ ടൈറ്റിലിൽ 250 നട്ടേക്കുന്നത്. പക്ഷെ നറുക്കെടുത്തതിനകത്ത് 500 രൂപ എന്നാണ് കണ്ടത്. അതിലെന്താ സത്യം എന്ന് എനിക്കറിയത്തില്ല, ഞാൻ ഇത് കണ്ടിട്ടില്ല. ഞാൻ ഈ നറുക്കെടുപ്പെടുത്തപ്പോഴാണ് ഈ സാധനം കാണുന്നത്. ഇതിപ്പോ യൂട്യൂബ് തുറന്നു നോക്കിയാൽ നറുക്കെടുപ്പ് 1000 രൂപ, 1500 രൂപ, 1000 രൂപ, 1500 രൂപ. ഇത് ഗവൺമെന്റ് കയറി ഇത് ആട്ടപ്പടലപ്പെടുത്തും, കണ്ടോണം. കാറ്, സ്കൂട്ടി, സ്വർണ്ണ നാണയം, ഫ്രിഡ്ജ്, അതുപോലെ വാഷിംഗ് മെഷീൻ, സൈക്കിള്, പിന്നെ LED TV, അങ്ങനെ അടങ്ങുന്ന 9ഓളം സമ്മാനങ്ങൾ. പറഞ്ഞ വാക്ക് ഇവിടെ വെച്ച് പാലിക്കുകയാണ് ഈ ചാനലുകാരായിരുന്നു അന്നും നമ്മളുടെ മുമ്പിൽ വന്ന് നിന്നിട്ടുള്ളത്. ഇന്നും അവർ തന്നെയാണ് ഇത് റിപ്പോർട്ട് ചെയ്യാൻ അവിടെ വന്നിട്ടുള്ളത്. ഞങ്ങൾ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നും ഈ ചാനലുകാർ തന്നെയാണ് വന്നിരുന്നത്. അന്നും ഇന്നും മെമ്പറാണ് ഇതിന് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്. ഇതിപ്പോൾ ഭയങ്കര നല്ല കാര്യമായല്ലോ. ഒരാൾക്ക് സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ട് വരുന്നു, വീട്ടാനൊരു വഴിയില്ല, കയ്യിലുള്ള സാധനങ്ങളൊക്കെ നറുക്കെടുപ്പെന്ന് പറഞ്ഞ് കൊടുത്തിട്ട് പബ്ലിക് ഫണ്ടിങ് പൊക്കിക്കൊണ്ടുവരുന്നു. വളരെ നല്ല കാര്യം. എൻ്റെ വീഡിയോ കാണുന്ന ചിലർക്കെങ്കിലും അറിയായിരിക്കും ഞാൻ വലിയൊരു സാമ്പത്തിക പ്രശ്നത്തിലാണ് നിൽക്കുന്നത്. അതിൻ്റെ കാരണം എനിക്കൊരു ആരോഗ്യ പ്രശ്നങ്ങൾ വന്നത് മൂലം ഞാൻ യൂട്യൂബിലേക്ക് തിരിഞ്ഞു. യൂട്യൂബിലേക്ക് തിരിഞ്ഞപ്പോൾ 5ന്റെ നയ പൈസ നമുക്ക് കിട്ടാതെയായി. അങ്ങനെ ലോണും കാര്യങ്ങളൊക്കെ ബൗൺസായി. വളരെയധികം സാമ്പത്തിക പ്രശ്നത്തിലാണ് ഞാൻ നിൽക്കുന്നത്. എന്ത് സുഖപരിപാടി! ഞാൻ 500 രൂപയുടെ ഒരു 2000 കൂപ്പൺ അടിക്കുന്നു. ഫസ്റ്റ് പ്രൈസ് എൻ്റെ ഒരു ബൈക്കുണ്ട്, റോയൽ എൻഫീൽഡ് ബുള്ളറ്റ്. സെക്കൻഡ് പ്രൈസ് ഈ സമ്പത്ത് കാലത്ത് ഞാൻ മേടിച്ച ട്രെഡ്മില്ല്. തേർഡ് പ്രൈസ് എൻ്റെ ഒരു സൈക്കിളുണ്ട്, സൈക്കിള്. ഫോർത്ത് പ്രൈസ് എന്ത് കൊടുക്കും? ഇവിടുത്തെ ചക്ക മരത്തിലെ പ്ലാവിലെ ചക്ക. ഫിഫ്ത്ത് പ്രൈസ് ഇവിടുത്തെ തെങ്ങിലെ തേങ്ങ എന്ന് പറഞ്ഞിട്ട് എനിക്കങ്ങ് കൊടുത്താൽ പോരെ? അത് പ്രൊമോട്ട് ചെയ്യാൻ മെമ്പറും അവരും ഇവരുമൊക്കെ. ബാക്കി പറ. അപ്പം ഈ കൂപ്പണായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കൂപ്പൺ മുന്നോട്ട് വെച്ചപ്പോൾ ഒരുപാടൊന്നും പോയില്ലെങ്കിലും നമുക്ക് ഏകദേശമൊക്കെ എത്തിച്ചു തന്ന് കുറച്ചെങ്കിലും കടം വീട്ടാൻ പറ്റിയിട്ടുണ്ട്. അതിൽ വളരെ സന്തോഷം. എന്നെ സഹായിച്ച, കൂടെ നിന്ന് സഹായിച്ച, സ്നേഹിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. എന്റെ വലിയൊരു പ്രയാസം നിങ്ങളെല്ലാം കരകയറ്റിയതാണ്.
അറിയാതെ കരഞ്ഞു പോയാണ്. പിന്നെ ഈ ഒരു 25-ാം തീയതി മുതൽ ഒരു പാണ്ടിക്കാട് കുഞ്ഞാനൊരു കൂപ്പൺ എടുത്തിട്ട് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് വിഷമിക്കേണ്ടി വന്നിട്ടുണ്ട്. പാണ്ടിക്കാട് കുഞ്ഞാൻ പണി കൊടുത്തത് ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾ പാണ്ടിക്കാട് കുഞ്ഞാൻ കൊടുത്ത പണി ഇവരെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം പാണ്ടിക്കാട് കുഞ്ഞാൻ ചെയ്ത ഒരു നറുക്കെടുപ്പിനകത്ത് അത് ഫ്രോഡാണെന്ന് നമുക്കെല്ലാം തോന്നുന്ന രീതിയിലാണ് അദ്ദേഹം അത് ചെയ്തത്. ഫ്രോഡാണോ അല്ലേ ഇതുവരെ തെളിഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേനും ഈ ഇത്തരത്തിലുള്ള എല്ലാ നറുക്കെടുപ്പുകളും ഫ്രോഡാണ് എന്ന് ജനങ്ങളുടെ മനസ്സിലേക്ക് കയറി. അത് കാരണമാണ് ഖാദർ കരിപ്പടി ഇപ്പോൾ വന്നിട്ട് ഞാൻ ഫ്രോഡല്ല കേട്ടോ, എൻ്റെ കൈകൾ ശുദ്ധമാണ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കേണ്ടി വന്നത്. അതാണ് ഇവർക്കും സംഭവിച്ചത് ഇവിടെ. ഇത് വളരെ നല്ല കാര്യമാണ്. അദ്ദേഹത്തിന് കടബാധ്യതകളൊന്നും ആൾക്കാർ ഈ ഒരു നറുക്കെടുപ്പിലൂടെ അദ്ദേഹത്തെ സഹായിച്ചു. അദ്ദേഹം വളരെ ജെന്യുവനായിട്ട് ഈ കാര്യങ്ങൾ ചെയ്തു. പലർക്കും അവർ പറഞ്ഞ പോലെ തന്നെ വീടും കാറും എല്ലാം ഇദ്ദേഹം നറുക്കെടുപ്പിലൂടെ വളരെ സുതാര്യമായിട്ട് യാതൊരു ഫ്രോഡ് പരിപാടിയും ഇല്ലാതെ കൊടുത്തു. പക്ഷേ എത്ര പേര് ഇതുപോലെ ജെന്യുവനായിട്ട് ചെയ്യും എന്നുള്ളതാണ് ചോദ്യം. ഇതിനകത്തെ ഒരു സാധ്യതയാണ് പല ആൾക്കാരും മുതലെടുക്കാൻ പോകുന്നത്. ഇപ്പം ഞാൻ ചിന്തിക്കും, എനിക്ക് കടമുണ്ട്, എൻ്റെ കയ്യിൽ കൊടുക്കാൻ പൈസ ഇല്ല, ഞാൻ അടപടലപ്പെട്ടിരിക്കുകയാണ്, അപ്പം എൻ്റെ കയ്യിലുള്ള സാധനങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് ഞാൻ ഒരു കൂപ്പൺ അടിച്ച് അങ്ങ് ഇറക്കി കഴിഞ്ഞാൽ സെറ്റ്. ഇതുപോലെ എല്ലാവരും ചിന്തിച്ച് കഴിഞ്ഞാൽ അടിപൊളി പരിപാടിയല്ലേ. പബ്ലിക് ഫണ്ടിങ് എടുക്കാനായിട്ട് ഇത്രയും നല്ല പരിപാടിയില്ലല്ലോ. ഏതായാലും ഇവര് ജെന്യുവനായിട്ട് എടുത്തത്, ഇവര് ജെന്യുവൻ തന്നെയാണ് തോന്നുന്നത്. ഇനി വീട് നാട് കൂടുമൊക്കെ കിട്ടുമെന്ന് കണ്ടറിയാം. ബാക്കി പറയട്ടെ. ഇതിനകത്ത് കവറിനകത്തൊന്നുമില്ല കേട്ടോ. അപ്പൊ എല്ലാം ഇട്ട് ഇളക്കാണ്. എല്ലാവരും ഒന്ന് ബാക്കിലോട്ട് നിൽക്കണേ. ഓക്കെ അല്ലേ? അപ്പം ഇളക്കിക്കോ അല്ലേ? നല്ലതായിട്ട് ഇളക്കി, നല്ലതായിട്ട് വെച്ചിട്ടില്ല. എടുക്കട്ടെ. ഈ പുള്ളിക്കാരനാണല്ലേ മെമ്പർ. മെമ്പർ കൊള്ളാം, മെമ്പർ സൂപ്പർ, ഇഷ്ടപ്പെട്ട്. ഇതിനകത്ത് ഇവര് വളരെ ജെന്യുവനായിട്ട് തന്നെ ചെയ്തത്. മറ്റേ പെട്ടിയും ബോക്സും ഒന്നും ഇല്ല, അങ്ങോട്ട് മറിച്ചിട്ടു ഇളക്കിയിട്ട് അറിവൊന്നും ഇല്ലാത്ത, അതായത് ഇങ്ങനെ ഫ്രോഡ് കാണിക്കണമെന്ന് അറിയാത്ത ഒരു കുഞ്ഞിനെ കൊണ്ട് ഇവരുടെ നറുക്കെടുപ്പ് എല്ലാം കൊച്ചു പിള്ളേരൊക്കെ എടുത്തത്. അപ്പൊ ഇത് ജെന്യുവനാണ്. ഈ സാധനം ഇനി കിട്ടുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, നമ്മുടെ നാട്ടിൽ ഇതുപോലെ, അതായത് ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ, ഗിഫ്റ്റ് അടിച്ചു കൊടുക്കുമ്പോൾ ഉള്ള ടാക്സ് വേറെയും നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഉള്ള ടാക്സ് വേറെയാണ്. ഈ ഗിഫ്റ്റ് അടിച്ചു കൊടുക്കുമ്പോൾ ഉള്ള ടാക്സ് അടയ്ക്കേണ്ടത് കൂടിയ എമൗണ്ട് ആണ് അടയ്ക്കേണ്ടത്. ഇത് ഞാൻ ഈ വിഷയത്തെക്കുറിച്ചുള്ള ആദ്യത്തെ വീഡിയോ ചെയ്തപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ടാക്സ് ആരടയ്ക്കും? വീട് കിട്ടിയവൻ അടയ്ക്കണം. 500 രൂപ അല്ലെങ്കിൽ 250 രൂപ കൊടുത്തിട്ട് ഒരു വീട് നറുക്കെടുപ്പിനകത്ത് പങ്കെടുത്തു. ആ നറുക്കെടുപ്പിനകത്തൂടെ ആ വീട് എനിക്ക് കിട്ടി. അതിൻ്റെ ടാക്സ് എങ്ങനെ പോലും ഒരു 10 ലക്ഷം 5 ലക്ഷം അല്ല പോട്ടെ, ഒരു 2-3 ലക്ഷം ഉണ്ടെന്ന് വെച്ചു, അത് അവൻ അടയ്ക്കണം. അവൻ്റെ അത് ഇല്ലാത്ത പക്ഷം അവൻ ആ വീട് അവൻ്റെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ല. അതൊരു പ്രശ്നമായിട്ട് അവിടെ നിൽക്കട്ടെ. അല്ല അത് ഓപ്പൺ ആകുക. ഇത് കണ്ടല്ലോ എല്ലാവരും. ഫസ്റ്റ് പ്രൈസ് ഒന്നാം സമ്മാനമാണ്. ചേട്ടൻ സ്റ്റാറാ നോക്കൂ. നോക്കിയോ, കൂപ്പൺ തുറന്നു. ആരാണ്? ജാഫർ വയ്യനാണ്. മണിയമ്മ വയനാട്. ജാഫർ ആണ്. എല്ലാവർക്കും നോക്കാം, വ്യക്തമായിട്ട് നമ്മളിത് കാണിക്കുന്നുണ്ട്. ജാഫർ ആണ് കേട്ടോ. മണിയമ്മ വയനാട്. നമ്പറുണ്ട്, നമ്പറിലൊന്ന് വിളിച്ചോ. 94 നമ്പറിലൊക്കെ വിളിച്ചിട്ട് ജാഫറിനും മണിയമ്മയ്ക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഒരുപാട് പേര് എൻ്റെ തൊപ്പി വെച്ചു. ഞാനിവിടെ വയ്യാതെ കിടന്നപ്പോൾ എന്നെ ഒരാൾ പോലും തിരക്കിയിട്ടില്ല. തൊപ്പി എൻ്റെ തന്നെ ഉണ്ട്, ഇതാ വെച്ചിട്ടുണ്ട്. എടാ തൊപ്പിക്ക് ഇത്രയും ആധാരകരോ? ശരി, നമുക്ക് ജാഫറിന് കിട്ടി. ബാക്കി സെക്കൻഡ് പ്രൈസ് ഇതാ ഒരു കൊച്ചു പയ്യനെ കൊണ്ട് എടുപ്പിക്കുന്നുണ്ട്. അപ്പം രണ്ടാം സമ്മാനം അത് ഷാഫിക്ക് ഉപയോഗിച്ചിട്ടുള്ള സ്വിഫ്റ്റ് കാറാണ് കേട്ടോ. റാഫിക്ക് ഉപയോഗിച്ചിട്ടുള്ള സ്വിഫ്റ്റ് കാർ. ആർക്ക് കിട്ടിയെന്നുള്ള നമുക്ക് പ്രാധാന്യമില്ല. റാഫിക്ക ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്വിഫ്റ്റ് കാറും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ റാഫിക്ക ഉപയോഗിച്ച സാധനങ്ങളെല്ലാം പല ആൾക്കാർക്കായിട്ട് കിട്ടി. എല്ലാം കറക്റ്റായിട്ട് സുതാര്യമായിട്ട് നറുക്കെടുത്തു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കിട്ടി. കൊല്ലം ജില്ലയിലുള്ളൊരു പുള്ളിക്കാരന് ഇതിന്റെ സമ്മാനം കിട്ടിയതായിട്ട് കാണിക്കുന്നുണ്ട്. ഇതിനകത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ദ ഓപ്പറേഷൻ ഓഫ് ലോട്ടറീസ് ഇൻ ഇന്ത്യ ഈസ് ഗവേൺഡ് ബൈ ലോട്ടറീസ് റെഗുലേഷൻ ആക്ട് 1998 which permit only state government to organize, conduct, promote lotteries. Private lotteries are not authorized under this act and no state including Kerala has enacted law to regulation. Okay, അതായത് നമ്മുടെ നാട്ടിൽ ഈ ഗവൺമെന്റിനല്ലാതെ, സ്റ്റേറ്റ് ഗവൺമെന്റിനല്ലാതെ ലോട്ടറി വിൽക്കാനുള്ളൊരു പെർമിഷൻ ഇല്ല.
ഇനി ഇല്ലീഗലായിട്ട് പെർമിഷൻ ഇല്ലെങ്കിൽ പോലും ഇപ്പൊ ഇവിടെ പലരും പെർമിഷൻ ഇല്ലാതെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത്, ആദ്യം പോലീസ് വന്നിട്ട് ഇതിന് FIR ഫയൽ ചെയ്യും. രണ്ടാമത് ഇതിനകത്തെ ഈ സാധനങ്ങളെല്ലാം, അതായത് വിറ്റ ലോട്ടറികളും ഇവർക്ക് കിട്ടിയ പണവും എല്ലാം ഗവൺമെന്റ് പോലീസ് വന്ന് സീസ് ചെയ്യും. മൂന്നാമത് സംഭവിക്കാൻ പോകുന്നത് അറസ്റ്റ് നടക്കും. 2 വർഷം വരെ അറസ്റ്റ് നടക്കാനോ 10,000 രൂപ ഫൈൻ കിട്ടാനോ സാധ്യതയുള്ള ഇല്ലീഗലായിട്ടൊരു സാധനമാണ് ഈ പല ഇൻഫ്ലുവൻസേഴ്സും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെന്നിട്ട് കോടതിയിൽ കൊണ്ടുപോകും. കോടതിയിൽ കൊണ്ടുപോകുമ്പോഴത്തേന് തീർച്ചയായിട്ടും നമ്മൾ ചെയ്തത് ഇല്ലീഗലാണ് എന്നുള്ള കാരണം വളരെ കൃത്യമായിട്ട് തെളിയും. ഈ സാധനമാണ് ഈ പറയുന്ന ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നവൻ ആൾക്കാർ പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ചെയ്യുന്നത് തികച്ചും ഇല്ലീഗലായിട്ടൊരു സാധനമാണ്. നമ്മുടെ നാട്ടിൽ നമ്മുടെ ഗവൺമെന്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നൊരു സാധനമാണ് ഇവരെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിയമത്തെ വെല്ലുവിളിച്ചിട്ടാണ് നിങ്ങൾ ഒരു പാവത്തെ സഹായിക്കുന്നത്. പാവത്തെ സഹായിക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. പെട്ടിരിക്കുന്ന ഒരാളെ സഹായിക്കണം. നമ്മൾ ഒരു മനുഷ്യൻ വിഷമത്തിൽ നിൽക്കുമ്പോൾ, ദുഃഖത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ കൈകൾ കൊടുക്കണം, സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവരണം. പക്ഷേ നമ്മൾ നിയമത്തെ വെല്ലുവിളിച്ച് നമ്മുടെ നിയമത്തിൽ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടല്ല അത് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഈ ഇൻഫ്ലുവൻസേഴ്സ് മനസ്സിലാക്കുക. ഇവിടം കൊണ്ട് ഈ സാധനം ഫുൾ സ്റ്റോപ്പ് ഇടുക. ഇനിയെങ്കിലും മുന്നോട്ട് ഇത് കൊണ്ടുപോകാതിരിക്കുക. നിങ്ങൾ ഇപ്പൊ ഈ ചെയ്യുന്ന പല ഇൻഫ്ലുവൻസേഴ്സും ജെനുവിൻ ആയിട്ടായിരിക്കും ചെയ്യുന്നത്. പക്ഷെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും ഇതെല്ലാം ജെനുവിൻ ആയിട്ട് തന്നെ ചെയ്യുന്നതിനകത്ത് യാതൊരു ഫ്രോഡും നടക്കാൻ പോകുന്നില്ലെന്ന്. ഇത് ചിന്തിക്കാൻ ശേഷിയുള്ളവർ ചിന്തിക്കുക. ഓക്കെ, ഇനി നമ്മളിത് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് എന്തൊക്കെയാണ് എക്സാമ്പിൾ ഇല്ലീഗൽ ആയിട്ട് നമ്മൾ ഈ ലോട്ടറി സെല്ല് ചെയ്യുന്നതിന്റെ എക്സാമ്പിൾസ് സഹിതം ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, സെല്ലിംഗ് ടിക്കറ്റ് ഫോർ കാർ, ബൈക്ക്. ഇത് നടക്കുന്നുണ്ട് ഇതിനകത്ത്. ഓൺലൈൻ ലോട്ടറീസ് ബൈ ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്പ്. ഇൻഡിവിജ്വൽസും ഗ്രൂപ്പ് തന്നെയാണ് ഈ ഓൺലൈൻ ലോട്ടറീസും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം ലോട്ടറി സ്കീംസ്. ഈ സാധനം ഇല്ലീഗലാണ്. ഇനി നോക്കുമ്പോൾ ഒൺലി ലീഗൽ എക്സ്പെക്ടേഷൻസ്. ആർക്കൊക്കെയാണ് ഈ ലോട്ടറികൾ വിൽക്കാനുള്ള സാധ്യത? കേരളത്തിലെ കാര്യം കേട്ടോ പറയുന്നത്. കേരള സ്റ്റേറ്റ് ലോട്ടറീസ്. ഈ കേരള ഗവൺമെന്റിനും ആ ഗവൺമെന്റ് അനുവദിച്ച സ്ഥാപനങ്ങൾക്ക് മാത്രമേ നമ്മുടെ നാട്ടിൽ ലോട്ടറി വിൽക്കാൻ പറ്റൂ. നിങ്ങൾക്ക് ചെയ്യാം. ഒരു സാധനം വിറ്റിട്ട് ഫെയർ പ്രൈസിന്, MRP ഫെയർ പ്രൈസിന് ഒരു സാധനം വിറ്റിട്ട് അതിന് കൂടെ നിങ്ങൾ ആ ബിസിനസിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഒരു കൂപ്പൺ എല്ലാം കൊടുത്തിട്ട് നറുക്കിട്ടെടുക്കാം. അല്ലാതെ നിങ്ങൾക്ക് ലോട്ടറി വിൽക്കാൻ നമ്മുടെ നാട്ടിൽ പെർമിഷൻ ഇല്ല. ബോധമുള്ളവന്മാർ മനസ്സിലാക്കുക. ബോധമുള്ളവന്മാർ ഇതിനകത്തൊന്നും പോയി എടുക്കാതിരിക്കുക. നിങ്ങൾക്ക് അയാളെ സഹായിക്കണോ, നിങ്ങൾ 1000 രൂപ കൊടുത്ത അയാളെ സഹായിക്കൂ. ഈ പറയുന്ന ലോട്ടറി പരിപാടിയിൽ നിൽക്കാതിരിക്കുക. ഇത് യാതൊരു നിയമസാധ്യതകളും ഇല്ല, യാതൊരു നടപടികളും ഇതിന് എടുക്കുന്നില്ലെങ്കിൽ അധികം താമസിക്കാതെ ഞാനും എൻ്റെ ലോട്ടറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. ബുള്ളറ്റ്, ട്രെഡ്മില്ല്, സൈക്കിള്, അങ്ങനെ ഞാനും വരാം. നിങ്ങളൊക്കെ എടുക്കത്തില്ലേ? ഞാൻ ഒരു ലോട്ടറി ഉണ്ടോ, നിങ്ങളൊക്കെ എടുത്ത് തന്നെ സഹായിക്കത്തില്ലേ? എന്താ നിങ്ങളുടെ അഭിപ്രായം? തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റുകളെ രേഖപ്പെടുത്തും. മറ്റു വീഡിയോ കാണുന്നവരെ ബൈ.